2022 ഒരു പുതിയ വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഓരോ പുതുവർഷവും നമുക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച കുറവുകളൊക്കെ പരിഹരിച്ച് പുതിയ ഒരു തുടക്കം കുറിക്കുവാനുള്ള ഒരു ഊർജം ഈ ഓരോ പുതുവർഷ ദിവസങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പുതുവർഷ ദിനത്തിൽ നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് ബ്രദർ എൽവിസ് കോട്ടൂരാൻ, പ്രശസ്ത വചനപ്രഘോഷകൻ, ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ബ്രദറെ, സ്വാഗതം. അങ്ങ് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ മിത്സുബിഷി മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പിൻ്റെ കേരളത്തിലെ ജനറൽ മാനേജരായിരുന്നു. ഇത്ര ഉന്നതമായ ഒരു പദവി വഹിച്ചിരുന്നയാൾ ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ മുഴുവൻ സമയം വചനപ്രഘോഷണത്തിലേക്ക് കടന്നു വരാനുള്ള ആ തീരുമാനമെടുക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഈ ജോലി രാജിവെച്ച് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലീഹയുടെയൊക്കെ ഒരു ഭാഷയെ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുമെന്ന് പൗലോസ്ലീഹ പറയുന്നു. അപ്പം നമ്മളെല്ലാം ഇന്ന് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ചെയ്യുന്നത് തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ളൊരു പ്രത്യുത്തരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഒരു പക്ഷേ ഞാൻ പറയും, ഇന്ന് ഈ ലോകത്തിൽ എന്നെപ്പോലെ എനിക്ക് കിട്ടിയ അത്രയും അനുഗ്രഹം കിട്ടിയ അല്ലെങ്കിൽ സന്തോഷം നൽകിയ ദൈവസ്നേഹം അനുഭവിച്ച വേറൊരു വ്യക്തിയില്ലാന്ന് ഞാൻ പറയും. അത്രമാത്രം ആധികാരികതയോടെ മറ്റൊരു വ്യക്തിക്ക് ഇല്ലാത്ത പോലെയുള്ളൊരു അനുഭവം എനിക്ക് കിട്ടി എന്ന് പറയാൻ തക്കവിധമായ ആ കാര്യം എന്തായിരുന്നു? അതെന്ന് വെച്ചാൽ അത്രമാത്രം ബ്ലെസ്ഡാണ് ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയൊക്കെ പറയുന്നത് സ്ത്രീകളിൽ അനുഗ്രഹീത നമ്മൾ പറയുന്ന പോലെ ഈ ദൈവത്തിൻ്റെ കൂടെ നടന്നുമ്പോൾ നമ്മൾക്കൊന്നും അർഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്രമാത്രം നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് ആത്മീയ മേഖലയിൽ മാത്രമല്ല, ഭൗതിക മേഖലയിൽ. അപ്പോൾ ഈ ജോലി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വെറും ഒരു 10ാം ക്ലാസ് ഗുസ്തിക്കാരനാണ്. അപ്പോൾ ഞാൻ പിന്നെ ഡിഗ്രി ഞാനൊരു പാസ്സായില്ല. 12 വിഷയത്തിൽ 11 തോറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ ഒരു അർഹതയില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മയൊക്കെ പറയുന്നതനുസരിച്ച് ഞാനൊക്കെ വല്ല ഗൾഫിലൊക്കെ പോയി ഒട്ടകത്തിൻ്റെ പാലും കുടിച്ച് അറബിക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചൊക്കെ ജീവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഡിഗ്രി പാസ്സായിട്ടില്ലാത്ത, ശരിക്കും ഒരു +2ൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ഒരാൾ എങ്ങനെയാണ് ഈ മിത്സുബിഷി മോട്ടോഴ്സിൻ്റെ ജനറൽ മാനേജർ എന്നുള്ള പദവിയിലേക്ക് വന്നത്? മിത്സുബിഷിയുടെ ഒരു ഡീലർഷിപ്പിൻ്റെ ജനറൽ മാനേജറാണ്. അതായത് ഞാൻ അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ ആദ്യത്തെ ദൈവാനുഭവം തുടങ്ങും. അപ്പം ലൈഫിൽ ഞാൻ ശരിക്കും ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നൊരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മളൊരു മണ്ടനാണ് പൊട്ടനാണെന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മളൊരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് അളക്കുന്നത് അവന് കിട്ടുന്ന മാർക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അപ്പോൾ ഇതിൽ ഞാൻ വളരെ പുറകിലാണ്. അപ്പോൾ മാത്തമാറ്റിക്സിനൊക്കെ ഞാൻ 10ൽ കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാനൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടന്മാരിലൊരുത്തനാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മളും കുറേ ഇത് കേട്ട് നമ്മളും വിചാരിക്കും നമ്മൾ ഈ ലോകത്തിന് മണ്ടനാണ്, പൊട്ടനാണ്. പിന്നെ എൻ്റെ അനിയൻ കമ്പാരിറ്റീവ് എന്നേക്കാൾ വളരെയധികം പഠിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധിമാനും അല്ലെങ്കിൽ മണ്ടനെന്ന് തീരുമാനിക്കുന്നത്, അങ്ങനെ മാർക്ക് അടിസ്ഥാനമാണ്. അപ്പം ഞാനൊക്കെ ഈ ലോകത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പാസ്സാകാൻ തീരുമാനിച്ചില്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞതോടെ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇവനിനി മുമ്പോട്ട് പോകില്ല, കാരണം 12 വിഷയത്തിൽ 11 തോറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളും ലൈഫ് ഗീവപ്പ് ചെയ്തു. നമുക്കിനി മുമ്പോട്ട് വലിയ സ്കോപ്പില്ലാന്നറിയിരിക്കുന്ന സമയത്താണ് ഞാനൊരു ധ്യാനം കൂടുന്നതും ആ ധ്യാനത്തിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവസ്നേഹം അനുഭവിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി, ഒന്നും കൂടി എഴുതാൻ തോന്നി. അതെവിടെയായിരുന്നു ധ്യാനം കൂടി? ഞാൻ കോഴിക്കോടാണ് കൂടിയത്. ഞാൻ കോഴിക്കോടാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലാതെ നടന്നൊരു കാലം. എന്നാലും ലൈഫിൽ ഒരു ഇതേപോലെ 1991 ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിച്ച് ഞാൻ വരുമ്പോഴാണ്, ഞാൻ അന്നൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അന്ന് ചെന്നൈയിലാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു വ്യക്തി അന്ന് നാഷണൽ കൺവെൻഷൻ നടക്കുന്നത്, കരിസ്മാറ്റിക് കൺവെൻഷൻ. അപ്പോൾ അവർ ആ ട്രെയിനിലുണ്ട്. 91. അതായത് ബ്രദർ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന പ്രായം? കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം അത് അറ്റംപ്റ്റ് ചെയ്തു. 4 പ്രാവശ്യം എഴുതിയിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ട്രെയിനിൽ വെച്ചൊരു പരിചയപ്പെട്ട് എവിടെ പോയിട്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കരിസ്മാറ്റിക്കിന് പോയതാണ്. ഞങ്ങളൊരു ധ്യാനം നടത്തണം, അതിന് അടുത്ത ദിവസം വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനതിലൊന്നുമില്ല, എനിക്ക് അതിന് താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവൻ എന്നെ കോൺസ്റ്റൻ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. സാക്കി എന്ന് പറയും, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയാണ് ധ്യാനത്തിന് കൂടുന്നത്. പിന്നെ മനസ്സില്ലാ മനസ്സോടെ പോയതാണ്.
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം അറിവൊക്കെ കിട്ടുന്ന അവിടെ വെച്ചിട്ടാണ്. അതെന്നിൽ വലിയൊരു പ്രത്യാശ കൊണ്ടുപോകും. കാരണം ജീവിതത്തിൽ യാതൊരു പ്രത്യാശയില്ല, പക്ഷെ നമ്മൾ പുറമേ ഒന്നും കാണിക്കത്തില്ല. പുറമേ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുമ്പോഴും ലൈഫിൽ മുമ്പോട്ട് യാതൊരു സ്വപ്നമില്ല, പ്രത്യാശിക്കാനൊന്നുമില്ല. അങ്ങനെയൊക്കെ പോവുക, എവിടെയെങ്കിലും ചെന്ന് തീരുമ്പോൾ തീരട്ടെ എന്നുള്ള ഇത് നടക്കുക. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ലൈഫിൽ പ്രത്യാശ കിട്ടുന്നു, ദൈവമുണ്ടും, ദൈവം എൻ്റെ അപ്പനാണെന്നും സ്നേഹിക്കുന്നതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഒരു ആഗ്രഹം തോന്നി ഒന്നുകൂടി ഒന്ന് എഴുതിയാലോ. അങ്ങനെ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ഞാൻ പോയി 5ാം തവണ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് 2 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ് അങ്ങനെ 3, 2, 5 5ാം തവണ ഞാൻ ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്. ആ ഇമ്പ്രൂവ്മെൻറ്റിൽ ഞാൻ ഈ 11 വിഷയം ക്ലിയർ ചെയ്തു. അത് ഒന്നിച്ച്. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭയങ്കര ദൈവാനുഭവമായിരുന്നു. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യം. അപ്പോൾ അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അത് ഇന്നൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്കൊരു 35% മാർക്ക് തന്നെ എനിക്ക് റാങ്കും ഡിഗ്രി ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഞാൻ റിസൾട്ട് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. ഈ 11 വിഷയത്തിനും 35 അപ്പോൾ നമുക്ക് മനസ്സിലായി ചോദിക്കുന്നത് ലഭിക്കും. അപ്പോൾ പിന്നെ അന്ന് തൊട്ടൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ ദൈവത്തിന് ലിമിറ്റ് വെക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അത് ബ്രദറെ, ഇത് വാസ്തവത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരിക്കലും ദൈവത്തിന് ലിമിറ്റ് വെക്കരുത്. കാരണം നമ്മുടെ ദൈവം അസാധ്യതകളുടെ ദൈവം. അതാണ്. അപ്പം നമ്മളെപ്പോഴും നാട്ടുകാർ പറഞ്ഞു കേട്ടും പിന്നെ നമ്മൾ സ്വയമായിട്ടൊരു അനാലിസിസ് നടത്തും, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നപ്പം അതെനിക്ക് വലിയൊരു ബോധ്യമാണ്, അതൊരു വലിയൊരു ദൈവാനുഭവമാണ്. അന്ന് ഞാൻ ആ സ്നേഹം, കാരണം നമ്മളൊക്കെ കറിവേപ്പില പോലെ സ്വന്തം വീട്ടിൽ പോലും തഴയപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമായിരുന്നു. അവിടുന്ന് നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിലുണ്ടെന്നും നീ എനിക്ക് പ്രിയങ്കരനാണെന്നുള്ള വചനമൊക്കെ നമുക്കങ്ങോട്ട് ജീവനായിട്ട് വരികയാണ്. ഈ സ്നേഹം അനുഭവിച്ച് വളർന്നു വരും തോറും ഇതങ്ങ് അനുഭവിച്ച് വന്ന് ശരിക്കും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്തത്? നമ്മൾ ഈ സ്നേഹം അനുഭവിക്കാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്നേഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കി, ഇന്ന് പലപ്പോഴും ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഈ ധ്യാനത്തിലൊരു സ്നേഹാനുഭവം കിട്ടും നമുക്ക്, പക്ഷേ ഇതിന് ശേഷം നമുക്കൊരു കൂട്ടായ്മ വേണം. ഈ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ വളരണം. അപ്പം അന്ന് ഞാൻ വളർന്നു വന്നതിന് ജീസസ് യൂത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു പ്രയർ ഗ്രൂപ്പുണ്ട്. ഇന്ന് വരെ ഞാൻ ഇപ്പോൾ ഒരു 26 വർഷമായി, 27ാമത്തെ വർഷത്തിൽ വരുമ്പോൾ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്കൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുത്തിരിക്കും. അത് എപ്പോഴും എനിക്കൊരു കൂട്ടായ്മയുണ്ട്. അത്രമാത്രം നമ്മൾ പുറത്തെവിടെയെങ്കിലേക്ക് പോകുന്ന സ്ഥലത്ത് മാത്രം ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ ഫെലോഷിപ്പിലാണ് നമ്മൾ ഈ സ്നേഹം അനുഭവിക്കുന്നത്. അതൊരു വളരെ പ്രധാനം. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അതാണ് ഈ നിത്യജീവൻ്റെ കൂട്ടായ്മ. അപ്പോൾ ആ ജീവൻ്റെ സമൃദ്ധി കിട്ടുന്ന ഈ ക്രിസ്തുവിനെ ദൈവസ്നേഹം അനുഭവിച്ച മക്കളുടെ കൂടെ നമ്മൾ വളരണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവസ്നേഹാനുഭവത്തിൽ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അത് ഉറപ്പുള്ള കാര്യം. കാരണം ഇത് കൊടുത്തും വാങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കുറേ സാക്ഷികൾ വേണം. കാരണം നമ്മളൊക്കെ മുമ്പിലൊന്നും ഇല്ലാണ്ട് ഇറങ്ങുന്നവരാണ്. അപ്പം നമുക്ക് മുമ്പിൽ ഈ സാക്ഷ്യജീവിതം, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സാക്ഷ്യജീവിതം നമുക്ക് ആവശ്യമാണ്. അപ്പം അന്നൊക്കെ ഒത്തിരി എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ടായിരുന്നു. കാരണം ജീവിതമൊക്കെ വലിച്ചെറിഞ്ഞ്, കാരണം ഞാനൊക്കെ ആശ്ചര്യപ്പെടും, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇറങ്ങാമെന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ആദ്യത്തെ ഒരു ചിന്തയാണല്ലോ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ജീവിതം കരിപ്പിടിപ്പിക്കാനൊക്കെയാണ് ദൈവത്തിൻ്റെ പുറകെ ആദ്യം നമ്മൾ പോകുന്നത്. കാരണം ഒരിക്കലും സാധ്യമല്ലാത്തൊരു ഡിഗ്രി കിട്ടി, പിന്നെ ഒരു ജോലിയാണ്, ഒരു ബിസിനസ്സാണ്. അങ്ങനെയൊക്കെ വന്നു തുടങ്ങുമ്പോഴും ചെറുപ്പക്കാരെ ചേട്ടന്മാർ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്, രണ്ട് കൈയും കൈവിട്ട് ചാടുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഈ ഒത്തിരി ഈ പേര് ഈ ജോലിയൊക്കെ രാജിവെച്ചും ബിസിനസ്സൊക്കെ വേണ്ടെന്ന് വെച്ചൊക്കെ ഈ ഫുൾ ടൈം ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടം. അതെ. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് വെല്ലുവിളിക്കപ്പെടണം. അല്ലാതെ ക്രൈസ്തവ ജീവിതം ഈ വീരന്മാർക്കും ധീരന്മാർക്കുള്ള, അല്ലാതെ ഭീരുക്കൾക്കുള്ളൊരു പരിപാടിയല്ല ക്രൈസ്തവ ജീവിതം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചാടുന്ന യുവാക്കന്മാരെ കണ്ടപ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാക്ഷ്യജീവിതം വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ 2 ഘടകങ്ങൾ, ഒന്ന് ഫെലോഷിപ്പ് വേണം, പിന്നെ നമുക്ക് ഈ സത്യമനുസരിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്നവരൊരു സാക്ഷി നമുക്ക്. അപ്പോൾ അന്ന് കാലത്ത് എന്നെയൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വന്നിട്ടാണ് നമ്മൾക്ക് ഈ അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന് പിന്നെ ഒരു കാര്യം കൂടി, ഈ ഫെലോഷിപ്പ് വെച്ച് നമ്മളെ ഫോളോ അപ്പ് ചെയ്യണം. കാരണം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ലോകത്തിലേക്കൊരു വലിച്ചിലുണ്ട്.
അപ്പോൾ എന്നെയൊക്കെ സ്ഥിരമായിട്ട് വിളിക്കുകയും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. ഒരാഴ്ച കണ്ടില്ലെങ്കിൽ എവിടെയായിരുന്നു ചോദിക്കാനും പിടിച്ച് നിർബന്ധിച്ച്. ആദ്യകാലത്തിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ട് പോകുന്നല്ല, പക്ഷേ ഇവരുടെ ഈ നിർബന്ധം കൊണ്ട് നമ്മൾ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് നമ്മളിൽ ഈ വചനം കയറുകയും ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നു. അങ്ങനെ ദൈവം ഒരു റിയാലിറ്റി ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ സ്നേഹത്തിൽ നമ്മൾ വളരുന്നത്. ആ വളർന്നു വന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ശരിക്കും ഒരു 3rd ക്ലാസ് BCom ഡിഗ്രിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. പക്ഷേ ഞാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ജനറൽ മാനേജറിൻ്റെ അവാർഡ് കിട്ടിയതാണ്. എൻ്റെ കൂടെ ജനറൽ മാനേജർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA എടുത്തവരും എൻജിനീയേഴ്സും വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കോമ്പറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ കീഴ്പ്പെടുത്തുന്ന സെൻസ് ഇവരെക്കാളൊക്കെ മുകളിൽ, കാരണം എൻ്റെ ഡീലർഷിപ്പ് 3 വർഷം ഇന്ത്യയിലെ നമ്പർ 1 ഡീലർഷിപ്പായിരുന്നു. അപ്പോൾ അത്രയും ഉയരങ്ങളിലേക്കും നമുക്ക് വളരാനായിട്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയും കൊണ്ട് നമുക്ക് ഈ ലോകത്തിൻ്റെ മക്കളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഗ്രേസ് കിട്ടി. ഈ മിത്സുബിഷിയുടെ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞത് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ ഇന്ത്യയിലുണ്ട്? ഇന്ത്യയിൽ ഏകദേശം 20 ഡീലർഷിപ്പുണ്ട്, 24 ഉണ്ട്. അപ്പോൾ അതിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ഡീലർഷിപ്പാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന ബോംബെ ഡീലർഷിപ്പ്, ഡൽഹി ഡീലർഷിപ്പ്, അതായത് ഞങ്ങളുടെ ഇവരൊക്കെ എപ്പോഴും ഈ കാറിൻ്റെ റേഷ്യോ വെക്കുന്നത് ഒരു സിറ്റിയുടെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് മാർക്കറ്റ് സർവേ വെക്കുക. അപ്പം കൊച്ചിൻ സിറ്റി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ കൊച്ചിൻ സിറ്റിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡീലർഷിപ്പിൻ്റെ ഒരു കപ്പാസിറ്റി 50 ലക്ഷം പേരാണ് കൊച്ചിൻ സിറ്റിയുടെ ഉള്ളത്. അതേസമയം ഡൽഹി ഡീലർഷിപ്പ്, ബോംബെ ഡീലർഷിപ്പൊക്കെ വെക്കുന്നത് 5 കോടിയാണ് അവിടുത്തെ ജനം. അപ്പോൾ ഈ 5 കോടി ജനമുള്ള ഒരു സ്ഥലത്തെ ഡീലർ വെക്കുന്നതിനേക്കാൾ കൂടുതൽ വണ്ടികൾ ഈ 50 ലക്ഷമുള്ള സ്ഥലത്ത് നമ്മൾ വിൽക്കുമായിരുന്നു. അത് ഒരു ഫ്ലൂക്ക് ഒന്നല്ല, 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട്. അത് ആ ഇൻഡസ്ട്രിയിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെയാണ് വി ബിക്കം ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഞങ്ങളുടെ ഡീലർഷിപ്പ് ഇന്ത്യയിൽ ബെസ്റ്റായിരുന്നു. അപ്പം ഇതൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ മാനുഷികമായ കഴിവുകൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല. സാധ്യമല്ല. നമുക്ക് ഉറപ്പായി അത് ഉറപ്പാണ്. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് സാധ്യമാണ്. അതിന് ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഡീലർഷിപ്പും വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കിടന്നൊരു സ്ഥാപനമായിരുന്നു. കാരണം എൻ്റെ ഓണറും ഒരു വളരെ 8.5 കോടി രൂപ കടമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റലില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിനൊക്കെ ശരി, അതാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ട് നമ്മളിപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇത് യാതൊരു ഫെസിലിറ്റി ഇല്ല. ഞങ്ങളുടെ ഒരു ഷോറൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷോറൂം ഫസ്റ്റ് ഫ്ലോറിൽ 3000 സ്ക്വയർ ഫീറ്റിലാണ് വണ്ടികൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇട്ടിട്ടാണ്. മിത്സുബിഷിൻ്റെ ഡീലർഷിപ്പ് അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങളൊരു 350 സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് 2 വണ്ടി ഇടാവുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കച്ചവടം നടത്തുന്നത്. കാരണം വകുപ്പില്ല, സമ്പത്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇവിടെയൊക്കെ നിന്നിട്ടാണ് ദൈവം അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഇന്ത്യയിലെ എല്ലാ ബെസ്റ്റിനെല്ലാം നമ്മൾ കീഴ്പ്പെടുത്തുകയാണ്. അതിന് മാത്രമുള്ള ജ്ഞാനവും ഐഡിയയും ഒക്കെ പരിശുദ്ധാത്മ തരികയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഷ്യാനയിൽ കോമ്പീറ്റ് ചെയ്യണം. അത് ഏഷ്യയിലുള്ള ഡീലർഷിപ്പായിട്ട് കോമ്പീറ്റ് ചെയ്തൊക്കെ രീതിയിൽ നമ്മൾ വളരുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ജീവിക്കാൻ സ്വപ്നം കാണാൻ പറ്റാത്തൊരു തലത്തിലേക്കൊക്കെ ദൈവം ഉയർത്തി. അപ്പോൾ ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇതിനൊക്കെ എന്ത് പകരം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും പകരമില്ല. ഇങ്ങനത്തെ 1000കണക്കിന് അനുഭവം, ഇതിപ്പോൾ ഒരു ഭൗതിക പകരം, ഇതുപോലെ ഫാമിലി ലൈഫും കുടുംബം. ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാനാണ് ആദ്യം എൻ്റെ കുടുംബത്തിൽ ധ്യാനം കൂടി ദൈവാനുഭവം. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 പേരാണ്. എൻ്റെ അപ്പൻ കോളേജിലൊരു പ്രൊഫസറാണ്. അപ്പോൾ എൻ്റെ ധ്യാനത്തിൽ വന്നൊരു മാറ്റം, ഞാനെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു 10:30 11 മണിക്ക് എഴുന്നേൽക്കുന്നൊരു മനുഷ്യനാണ്. ധ്യാനം കൂടിയതിന് ശേഷം എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി. ഞാൻ 6:30 എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ അപ്പനിൽ വലിയൊരു മാറ്റം കൊണ്ട്. അപ്പൻ പിന്നെ ധ്യാനം കൂടി, അമ്മ കൂടി, അനിയൻ ധ്യാനം കൂടി, അനിയത്തി. അങ്ങനെ എന്നിലൂടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്ന കുടുംബം മുഴുവൻ എന്നൊരു ദൈവാനുഭവത്തിലെത്തി. ഇതൊക്കെ നമുക്ക്, അതിനുശേഷം എൻ്റെ ഭാര്യ, മക്കൾ, ഭാര്യ, വീട്ടുകാരും, ഇവരെല്ലാം ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വർഗ്ഗാനുഭവമാണ്. അവിടെ സന്തോഷം, സമാധാനം, ആ ദൈവസ്നേഹം എല്ലാവരും അനുഭവിക്കുക, വഴക്ക് പിടുത്തമില്ല. ഇതൊക്കെ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് ഈ ഭൂമിയിൽ. അപ്പോൾ ആ സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. അപ്പോൾ നമുക്ക് സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുൻ ആസ്വാദനം ഇവിടെ നമുക്ക് ദൈവം തരികയാണ്, ദൈവരാജ്യം എന്ന് പറയും. അത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സമാധാനം, അത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സമാധാനത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്. ഇവിടെ കിടക്കുന്ന സ്നേഹം, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ പറയും, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ വരുന്ന നമുക്കൊരു അനുഭൂതിയുണ്ട്.
അതും സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്. അപ്പോൾ ഇവിടെ നമുക്കിതെല്ലാം ദൈവം തരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമൊന്നും നമുക്ക് സാധാരണ തല്ലുപിടുത്തവും ബഹളവും മാത്സര്യവും സ്വത്തിനെക്കുറിച്ച് തർക്കമൊക്കെ നടക്കുന്ന വീടുകളിൽ എത്രയും പ്രശ്നങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഒരു മനസ്സ് ഒരു ചിന്ത എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുന്ന നടക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തൊരു ജീവിതമാണ്. അപ്പം ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടങ്ങ് നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിതിനൊരു പകരം കൊടുക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിറ്റുവേഷൻ. അപ്പം ഞാൻ അന്ന് സുവിശേഷം പറയുമായിരുന്നു, ജോലി ചെയ്യുമ്പോഴും പറയാം. പക്ഷേ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നി ഈ സുവിശേഷം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ ജോലിയാണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നതും. അത് വളരെ വിപ്ലവകരമായ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും അതിലേക്ക് നയിച്ച കാരണം എന്താണ്? അതായത് ഇത്രയും ഉന്നതമായ ഒരു നിലവാരത്തിൽ നിന്ന്, അതും ഏഷ്യയിലെ മറ്റ് ഡീലേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഉയർന്ന അത്രയും വലിയൊരു നിലവാരത്തിൽ നിന്ന് ഈ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണത്തിലേക്ക്. അതെ, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുക ഒരു കാര്യം ഇതാണ്. പണ്ട് തൊട്ടേ ഒരു വചനം എപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ കയറി വന്നൊരു മത്തായി 6:31, നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിനക്ക് വേണ്ടതെല്ലാം തരും, ഞാൻ കൂട്ടിച്ചേർക്കപ്പെടണം. അപ്പോൾ ഈ ദൈവരാജ്യം എൻ്റെ ജീവിതത്തിൽ ഉള്ളിൽ കയറി വന്ന ഒരു ആഴമേറിയൊരു ബോധ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവരാജ്യത്തിനായിരുന്നു പ്രിഫറൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഈ തലത്തിൽ ഉയരുമ്പോഴും ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ആ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത്. കാരണം എൻ്റെ ക്വാളിഫിക്കേഷൻ അത്രേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ സാലറി 1200 രൂപയാണ്. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ അത്രേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് ഞാൻ 2.5 വർഷം കൊണ്ട് അവിടുത്തെ ആ കമ്പനി തന്നെ ജനറൽ മാനേജറായി. 3.5 വർഷമായപ്പോഴത്തേക്കും ഇന്ത്യയിലെ നമ്പർ 1 ജനറൽ മാനേജറായി. അപ്പോൾ എനിക്ക് ഈ ജനറൽ മാനേജർ പോസ്റ്റ് തരുമ്പോഴും ഞാൻ എൻ്റെ കമ്പനിക്കാരോട് പറഞ്ഞൊരു ചോദ്യം ഇതാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ എനിക്ക് ദൈവരാജ്യമാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യവും സൗകര്യവും തരുമെങ്കിൽ മാത്രമേ എനിക്ക് ജനറൽ മാനേജർ പോസ്റ്റ് മതി. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവരാജ്യത്തിന് തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ കമ്പനിയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കടമെല്ലാം മാറി. 8.5 കോടി രൂപ കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടം അന്ന്. അതായത് 10-15 വർഷം മുമ്പ് 8.5 കോടി രൂപ കടം എന്ന് പറഞ്ഞാൽ ഹ്യൂജ്. അല്ല, ഈ കമ്പനി ഇത്രയും ഫ്ലവറിഷായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെ ഈ കടബാധ്യത തോന്നുന്നത്? അല്ല, ആദ്യമേ കടയുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ചേരുന്നതിന് മുമ്പ് കടമാണ്. അതിനുശേഷം ഞാൻ ഈ സുവിശേഷം എൻ്റെ ഓണറോട് പറഞ്ഞു, ബോസിനോട് പറഞ്ഞു. അദ്ദേഹം ധ്യാനം കൂടി, അദ്ദേഹത്തിന് 4 മക്കൾ ധ്യാനം കൂടി, ഭാര്യമാർ ധ്യാനം കൂടി, ഞങ്ങളുടെ കമ്പനിയിൽ 18 എംപ്ലോയീസ് ധ്യാനം കൂടി, അങ്ങനെ 2 പ്രയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അവിടെ ദൈവരാജ്യം വളരുന്നതിന് വേണമെങ്കിൽ ഞങ്ങൾ ഈ വളർച്ചയിൽ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് കടവൊക്കെ മാറി ഞങ്ങൾ ടോപ്പ് പൊസിഷനിലായി. ഇനി ഞങ്ങൾ വലിയൊരു എക്സ്പാൻഷനിലേക്ക് നീങ്ങേണ്ട ഒരു സമയമായി. പണമായി, സാധ്യതയായി, നമുക്കുള്ള പൊട്ടൻഷ്യലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ബോസിൻ്റെ ഒരാൾക്ക് ഒരു ചെറിയ മനം മാറ്റം. നമ്മളിങ്ങനെ ഇത്രമാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ ഈ അന്ന് തൊഴിലാളികളോട് കയറി ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് നടത്തും. അപ്പോൾ ഇവരും വരുമായിരുന്നു. ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലെന്ന്. പിന്നെ എന്നോട് പറഞ്ഞു, ഈ സുവിശേഷം ഇനി നമുക്ക് കമ്പനി ഡെവലപ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം, ഈ സുവിശേഷം ഇത്തിരി സൈഡിലേക്ക് വെക്കണം. ഞാൻ പറഞ്ഞു അത് വിട്ടിട്ടുള്ള പരിപാടിയില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം യാതൊരു നാണമില്ല ഒരു മനഃശാഞ്ചല്യമില്ലാതെ, കാരണം ഞാൻ ആ വർഷം സ്ഥാപനത്തിന് 7 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്, അതിന് ഉയർത്തിക്കൊണ്ടെന്ന് എന്നെ ഉപയോഗിച്ച ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ജനറൽ മാനേജറെ വേണ്ടേ, സുവിശേഷ പ്രഘോഷകനെ അല്ല എന്ന് പറഞ്ഞു. എന്ന് നേരിട്ട് തുറന്നു പറയും. ഞാൻ പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് ജോലി ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ റിസൈൻ ചെയ്തു. ഞാൻ അപ്പം തന്നെ എഴുതി കൊടുത്ത് ഇറങ്ങി പോരത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ദൈവരാജ്യം വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ അതെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. ശരിക്കും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നേട്ടമായിരുന്നതൊക്കെ ഉച്ചിഷ്ടം പോലെ കരുതി ഉപേക്ഷിച്ചു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നല്ലോ. അത് വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സ് അടയുന്നു. അതെ, അതൊരു നിങ്ങൾ നോക്കുമ്പോൾ വലിയ, കാരണം എന്നെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 8.5 കോടി രൂപ കടബാധ്യതയും 1 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഒരു 10,900 കാർ വിൽക്കുകയാണ്. അതിന് 10 ലക്ഷം രൂപയുടെ വിലയുണ്ട് ഈ ലാൻസർ കാറിന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു 1000-1200 കാറ് വിൽക്കുക, ഒരു വർഷം 300 കാറൊക്കെ വിൽക്കും. അപ്പോൾ ഒരു 1000 കാറിനെടുത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട് 5 പൈസ ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത്.
ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പ്രൊവിഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾക്ക് അതില്ല ഇതില്ല ഇതൊക്കെ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പാരമ്പര്യം വേണം, ബാങ്ക് ബാലൻസ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നിനക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഈ ദൈവത്തിൻ്റെ പരിപാലനയും ഹ്യൂജ് എമൗണ്ടാണ് വരുന്നത് ബിസിനസ്സിലേക്ക്. അപ്പോൾ ഇതെല്ലാം കണ്ട എന്നെ സംബന്ധിച്ച് പിന്നെ സമ്പത്തിൻ്റെ മേഖലയിൽ എനിക്കൊരു ചോദ്യമില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഡീലർഷിപ്പ് നീക്കം ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നു. അവിടെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായ പ്രവർത്തനം. കാരണം ഞങ്ങൾ പൈസ ഇല്ല. അപ്പം മറ്റു ഡീലർഷിപ്പുകാർക്ക് ഞങ്ങളോട് അസ്വസ്ഥത. കാരണം ഞങ്ങൾക്ക് യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാതെ ഞങ്ങൾ ഇവരായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അവർ ഈ ബിസിനസ് ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിൽ 5 പൈസയില്ല, കടവുമാണ്, ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. പിന്നെ ഞങ്ങൾ ഈ വണ്ടി വിൽക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിർത്തിക്കൊണ്ടുപോകുന്നു മാത്രമേ. അപ്പം ബാക്കിയുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്തു ഇവർക്ക് ഡീലർഷിപ്പ് വലുതാക്കണം, എന്നാലേ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്കൊരു ചാലഞ്ച് വരികയാണ്. ഞങ്ങളൊരു അന്ന് ഒരു 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ 3000 സ്ക്വയർ ഫീറ്റുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ഷോറൂമുള്ള ഷോറൂം ഇട്ട് ഒരു 10-40 വണ്ടി സ്റ്റോക്കിൽ വെച്ചിട്ടൊക്കെ വേണം നിങ്ങൾ തുടങ്ങാൻ. അങ്ങനെ ഒരു മാർച്ച് 31 ഞങ്ങൾക്കൊരു ഡേറ്റ് തരികയാണ്. അതിനകത്ത് ഈ 5 കോടി രൂപയും ഈ സ്ട്രക്ചറും കൊണ്ടുവന്നാലേ നിങ്ങൾ ഡീലർഷിപ്പിൽ നിന്ന് മാറ്റും എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അതായത് എല്ലാം പോവാണ്. അവരെ സംബന്ധിച്ച് അത് കളയാന്നുള്ള നിൽക്കുന്നത്. അവിടെ തമ്പുരാൻ ഇടപെടുകയാണ്. അന്നാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്ന മാസം അതാണ്. ഇന്ത്യയിലെ എല്ലാ ഡീലർഷിപ്പുകളെക്കാളും കൂടുതൽ വണ്ടി വിറ്റത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞങ്ങളിൽ പണമില്ല ഇതില്ല, പക്ഷെ നിങ്ങൾ വണ്ടി തന്നാൽ വിറ്റിരിക്കും. അതാണ് ഞങ്ങളുടെ എൻ്റെ ഒരു പോളിസി. അതാണ്. അപ്പോൾ ഞാൻ കൃഷിക്കാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഉറപ്പിതാണ്. കാരണം നിങ്ങൾ ഇന്ത്യയിലെ ഏത് ഡീലർ വെക്കുന്നതിനൊക്കെ കൂടുതൽ വണ്ടി ചെയ്യാൻ പറ്റും. നമുക്കൊരു നല്ല ഷോറൂം പോലും ഇല്ല, ഒന്നുമില്ല, പക്ഷേ വണ്ടി വെക്കും. അപ്പോൾ പക്ഷേ അവർക്ക് വണ്ടി വെക്കൽ ആവശ്യം. കാരണം അന്ന് വലിയ കോമ്പറ്റീഷൻ തുടങ്ങി വരുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ ഹോണ്ടയും ഫോർഡുകളൊക്കെ കമ്പനി ഇറങ്ങാം. അപ്പോൾ ഇവർക്ക് വണ്ടി വെക്കാം. അപ്പോൾ അന്ന് ഇന്ത്യയിൽ ഞാനപ്പോൾ ഒരു മാസമൊക്കെ 50 വണ്ടി വിറ്റത്. ഈ 50 വണ്ടി 55 വണ്ടി ആ മാസം വിറ്റും മാർച്ചിൽ. അപ്പോൾ അന്ന് ഓൾ ഇന്ത്യ സെയിൽ എന്ന് പറഞ്ഞാൽ 300 വണ്ടിയാണ്. അവിടെയാണ് നമ്മളിവിടെ ഒരു ഡീലർഷിപ്പ് 50 വിൽക്കുകയാണ്. ഇതിനെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ ഓണേഴ്സ് ബിർളയാണ് ഇന്ത്യയിലെ അതിൻ്റെ ഓണർ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രയും പണം മുടക്കിയിട്ട് വണ്ടി കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ ഒരുത്തൻ മാത്രം, അത് ഇത്ര ഒരു ചെറിയ സ്ഥലത്ത് ഒരാൾ ഇത്ര വണ്ടി വിൽക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് പറയാം അവർക്ക് പണമില്ല, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതുകൊണ്ട് അവരെ ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഡീലർഷിപ്പ് നിൽക്കുന്നത്, ഐ ആം നോട്ട് ബോദർ അബൌട്ട് വെദർ ദേ ഹാവ് മണി ഓർ ഇൻഫ്രാസ്ട്രക്ചർ, ഐ വാണ്ട് സെയിൽസ്. അതാണ് എൻ്റെ ആവശ്യം. അതാണ്. അതുകൊണ്ട് വണ്ടി വെക്കാൻ തയ്യാറുണ്ട്, അവനെ നിർത്തിക്കോളാം, വേറെ ഒന്നും എനിക്ക് ബാധകമല്ലെന്നാണ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ വ്യക്തിയിലൂടെ അന്ന് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവാനുഭവം കിട്ടിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാങ്ക് ബാലൻസിനോ പൈസയ്ക്ക് വേണ്ടി നോക്കുക ഇതേക്കുറിച്ചൊന്നും നമ്മൾ അകലപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല. അത്രമാത്രം വലിയൊരു പ്രൊവിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഈ ലോകത്തിൽ എൻ്റെ അത്രയും ദൈവാനുഗ്രഹം കിട്ടിയൊരു മനുഷ്യനില്ലാന്ന് ഞാൻ പറയും. അപ്പോൾ ഈ സ്നേഹത്തിനും കരുതലിനും ദൈവാനുഭവത്തിനുമുള്ള പ്രത്യുത്തരമാണ് എന്നെ സംബന്ധിച്ച് ഏത് നിമിഷം ഈ ജോലിയൊക്കെ ഇട്ട് പോകാൻ എന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിശയകരമായി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഏത് സാഹചര്യത്തിലും നമ്മളെ കരുതാൻ പറ്റുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രത വെച്ച് ഞാൻ ആ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ ആ ചോദ്യമേ ഇല്ല. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ തരും. കാരണം നമുക്ക് വളരെ വിശ്വസ്തനായ സമ്പന്നനായൊരു അപ്പനുണ്ട്. അപ്പോൾ ഈ അപ്പനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം? നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം വിസ്തൃതമാക്കണം. അപ്പോൾ അങ്ങനെ അത് വിസ്തൃതമാക്കുക എന്നുള്ള മാത്രമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് ഇന്നേ വരെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ല, എല്ലാം സമൃദ്ധമായിട്ട്. ഈ സമൃദ്ധി അതുകൊണ്ട് അന്ന് ഈ ജോലി ധൈര്യമായിട്ട് രാജിവെച്ച് ഇറങ്ങുകയാണ്. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്വപ്നമുണ്ട്. അതും ഒരു വളരെ പ്രധാനപ്പെട്ട. കാരണം ഈ സ്വപ്നങ്ങൾ ഉണ്ടാകണം നമുക്ക്. ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് സ്വപ്നം. ഇന്ന് കുറേ ആൾക്കാർ സ്വപ്നം കാണും. ഈ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. ഈ ഉറക്കത്തിലെ സ്വപ്നം കൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തണം. അതായത് ദൈവം സ്വപ്നം തരുമ്പം അത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. അതാണ് ദൈവം തരുന്ന ദർശനങ്ങളുടെ പ്രത്യേകത. അത് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ പറയുന്നുണ്ട്. അവസാന നാളുകളിൽ യുവജനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവും,
അവർക്ക് ദർശനങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ദർശനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ എനിക്ക് പണ്ട് മുതലുള്ള ദർശനമാണ് ഞാനൊരു ഫുൾ ടൈം മിഷനറി ആകണം എന്നുള്ളത്. ലോക സുവിശേഷവൽക്കരണം, ഭാരത സുവിശേഷവൽക്കരണമൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമായിരുന്നു. അതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വകുപ്പില്ല, ഒന്നുമില്ല. പക്ഷേ ഇതെപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു തീയായി സ്വപ്നം ഇങ്ങനെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ലോകത്തിലൊരു ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കും. ഈ ജനറൽ മാനേജർ അത് നമ്മൾ ആഗ്രഹിച്ചിട്ടായതല്ല, അതങ്ങ് അതിൻ്റെ കൂടെ ഈ ദേവരാജത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ആയിപ്പോയതൊരു കാര്യം. അല്ലാതെ ഞാനിങ്ങനെ ജനറൽ മാനേജർ ആകണമെന്നും നമ്പർ 1 ആകണമെന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇട്ടച്ച് പോരാൻ എന്നെ സംബന്ധിച്ചൊരു ഒരു മടിയില്ലായിരുന്നു. കാരണം അതെൻ്റെ ലൈഫിൻ്റെ ഒരു ലക്ഷ്യമല്ല. ലൈഫിൻ്റെ ലക്ഷ്യം എപ്പോഴും ദൈവരാജ്യം തന്നെയാണ്, ദൈവത്തെ പ്രാപിക്കും. കാരണം നമ്മളതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അത് ആഴമേറിയ ബോധ്യമുള്ളിൽ തമ്പുരാൻ തന്നിരുന്നു. അപ്പോൾ ഈ സ്വപ്നമുള്ളതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാകത്തില്ല. എന്നാൽ ദൈവം നമുക്കൊരു സ്വപ്നം തന്നാൽ ആ സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തണം. എൽവിസ് കോട്ടൂർ ബ്രദർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ നമുക്കൊരു വലിയ മെസ്സേജാണ് നൽകുന്നത്. ബ്രദറെ, ഈ പുതുവർഷത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങേക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോടായിട്ടൊന്ന് പറയാൻ പറ്റുമോ? അങ്ങേക്ക് ഒത്തിരി അനുഭവങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിലി ലൈഫിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ അങ്ങേക്ക് നമ്മുടെ ഈ ജനത്തിന് കൊടുക്കാനുള്ളൊരു പുതുവർഷ സന്ദേശം പറയുക. പുതുവർഷ സന്ദേശത്തിന് ഞാൻ ഇതിലത് പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ ഒരിക്കലും പരിമിതിപ്പെടുത്തരുത്. അനന്ത സാധ്യതയുള്ളവനാണ് ദൈവം. ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തണം. ദൈവത്തിൻ്റെ കൂടെ നിർത്തി ഈ ലോകമാണ് നമ്മൾ പറയുന്നത്, സാമ്പത്തിക മാധ്യമമുണ്ട്, ലോകം പ്രശ്നമാണ്, കൊറോണയാണ്, അതൊക്കെ ലോകത്തിൻ്റെ ഭാഷകളാണ്. ദൈവത്തെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കോവിഡും കൊറോണയും ഇപ്പോഴത്തെ ഒമൈക്രോണും ഒരു പ്രശ്നമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും ഇതിനൊന്നും തകർക്കാൻ പറ്റില്ല. അത് ദൈവം നിർവഹിച്ചിരിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും നമ്മുടെ പദ്ധതികളായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാം, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട്. അത് ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വലിയ സ്വപ്നമുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ആ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ അനന്ത സാധ്യതകളാണ്. കാരണം ഈ ലോകത്തെ നമുക്ക് സംബന്ധിച്ചൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എവ്രി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ഗാഡ് എന്ന് പറയും. എല്ലാ പ്രോബ്ലവും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കാനുള്ള ഒരു അവസരമാണ്. ബൈബിളിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. കുഷ്ഠരോഗിയെ കൊണ്ടുവരും, ഇവൻ്റെ പാപമാണ് പൂർവീകര പാപം, ഇത് രണ്ടുമല്ല, ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകാനാണ്. ലാസർ മരിക്കാൻ പോകാന്നുണ്ട്, അത് ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ളതാണ്. കാനായിൽ വീഞ്ഞു തീർന്നു, അത് ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ള ശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇന്ന് ലോകത്ത് കാണുന്ന ഇതെല്ലാം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എവിടെ? ക്രിസ്തുവിൻ്റെ കൂടെയാണെങ്കിൽ. അപ്പോൾ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും പ്രകടമാക്കാൻ സുവിശേഷം മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ ശക്തമായി പ്രഘോഷിക്കാൻ പറ്റിയതും ദൈവത്തിൻ്റെ കാരുണ്യ സ്നേഹം അനുഭവിക്കാനുള്ള അവസരമാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയോടെയാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. കർത്താവിൻ്റെ വലതുകരം പിടിക്കുക. യേശയ്യായിൽ പറഞ്ഞു, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മൾ വരണം. നമ്മുടെ പദ്ധതികളൊക്കെ തകരുന്നിടത്താണ് ദൈവപദ്ധതി രൂപപ്പെടുന്നത്. തിബേരിയൂസ് കടൽ തീരെ ഏറ്റവും വലിയ സംഭവമാണ്. രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ അവിടെയാണ് പത്രോസിൽ നിന്നുള്ള സഭയുടെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും പത്രോസിനെ കുറിച്ചുള്ള വലിയ പദ്ധതി നിറവേറുന്നതും ആ നിരാശയുടെ കടൽ തീരത്താണ്. അപ്പം നമ്മുടെ പദ്ധതികൾ തീരുന്നിടത്ത് ദൈവപദ്ധതി തുടങ്ങുകയാണ്. ഇതൊക്കെ വലിയൊരു സാധ്യതയാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടും സയൻസും ടെക്നോളജിയൊക്കെ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവരാജ്യം ശക്തമാകാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സാധ്യതയാണ്. അതുകൊണ്ട് ആ സാധ്യതയിലേക്ക് നമ്മൾ വളരണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബ്രദറിൻ്റെ കുടുംബവിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ ഒപ്പം വരാം. അതുവരെ കർത്താവ് താങ്ക് യു കൃപയിൽ സൂക്ഷിക്കട്ടെ.